നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ. കേരളത്തിന്റെ കാത്തിരിപ്പും പ്രാർത്ഥനകളും വിഫലം. കൊല്ലം ഇളവൂരിൽ നിന്ന് കാണാതായ 6 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ദേവനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇത്തിക്കരയാറ്റിൽ. കുട്ടിയെ കാണാതായത് ഇന്നലെ രാവിലെ. മകൾ ഒറ്റയ്ക്ക് പുഴക്കരയിലേക്കോ മറ്റ് വീടുകളിലേക്കോ പോകില്ലെന്ന് അമ്മ ധന്യ. അമ്മയുടെ വാക്കുകൾ ആവർത്തിച്ച ബന്ധുക്കളും നാട്ടുകാരും. വീടിന് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന ശീലം ദേവനന്ദയ്ക്കില്ലെന്ന് മുത്തച്ഛൻ മോഹനൻപിള്ള. കഴിഞ്ഞ ദിവസങ്ങളിൽ അപരിചിതർ വീട്ടിൽ എത്തിയിരുന്നില്ലെന്നും മുത്തച്ഛൻ. ദേവനന്ദയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ലെന്ന പ്രാഥമിക പരിശോധനയിൽ വ്യക്തം. എല്ലാ വസ്ത്രങ്ങളും ശരീരത്തിൽ ഉണ്ടായിരുന്നു. ശരീരത്തിൽ മുറിവോ ചതവോ ഇല്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്നു. ദേവനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് നായ ഇന്നലെ കൃത്യമായി എത്തിയിരുന്നു. എന്നാൽ ഒരു 6 വയസ്സുകാരിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വഴികളിലൂടെ അല്ലായിരുന്നു പോലീസ് നായ സഞ്ചരിച്ചത്. ഇതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതെന്ന് ബന്ധുക്കൾ. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലും അന്വേഷണത്തിലും ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി. കൊല്ലം ജില്ലാ പോലീസ് മേധാവിക്കാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയത്. ദേവനന്ദയുടെ മരണത്തിൽ വേദനയോടെ കേരളം. മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ദുഃഖം രേഖപ്പെടുത്തി. ദേവനന്ദയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ദേവനന്ദയുടെ മരണം വേദനാജനകം. കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മേഴ്സിക്കുട്ടിയമ്മ. ദേവനന്ദയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. മരണകാരണം സർക്കാർ അന്വേഷിക്കുമെന്നും മന്ത്രി. ദേവനന്ദയുടെ മരണത്തിൽ വേദന പങ്കുവച്ച മന്ത്രി ഇ പി ജയരാജൻ. കുഞ്ഞുമോളുടെ മടങ്ങിവരവാണ് കേരളം ആഗ്രഹിച്ചത്. ഇത്തരത്തിലൊരു ദുരന്തം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി. ദേവനന്ദയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മന്ത്രി എം എം മണി. നാടിന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും എം എം മണി ഫേസ്ബുക്കിൽ കുറിച്ചു. ദേവനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇപ്പോൾ സംശയിക്കുന്നില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. മരണം വേദനാജനകമാണെന്നും പ്രേമചന്ദ്രൻ. ദേവനന്ദയുടെ മരണവാർത്ത ആരെയും വേദനിപ്പിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. അത്യധികം നിരാശ സമ്മാനിക്കുന്ന വാർത്തയെന്നും ബിന്ദു കൃഷ്ണ. ദേവനന്ദയുടെ മരണത്തിന് പിന്നിൽ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന അന്വേഷണത്തിന് ശേഷമേ പറയാനാകൂ എന്ന് കൊല്ലം ജില്ലാ കളക്ടർ ബി അബ്ദുൾ നാസർ. ദുരൂഹതയ്ക്ക് സാധ്യതയില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായും കളക്ടർ പറഞ്ഞു. ദുരൂഹത ബാക്കിയെന്ന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പി സുരേഷ്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതികരണങ്ങൾ പരിഗണിക്കേണ്ടതാണ്. സംഭവം വിശദമായി അന്വേഷിക്കുമെന്നും പി സുരേഷ്. ദേവനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വാർഡ് മെമ്പർ ഉഷ. നാട്ടുകാരെല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണെന്നും ഉഷ ന്യൂസ് 18നോട്. ദേവനന്ദയുടെ മരണത്തിൽ നടൻ മമ്മൂട്ടി, മകൻ ദുൽഖർ സൽമാൻ എന്നിവർ അനുശോചനം അറിയിച്ചു. ഇരുവരും ഫേസ്ബുക്കിലാണ് തങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തിയത്. ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നടത്തിയ തിരച്ചിലും പ്രാർത്ഥനകളും വിഫലമായെന്നായിരുന്നു നടൻ കുഞ്ചാക്കോ ബോബന്റെ പ്രതികരണം. വിടവാങ്ങിയ ദേവനന്ദയ്ക്ക് കുഞ്ചാക്കോ ബോബൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് കണ്ണുകൾ തുറന്നുവയ്ക്കൂ എന്നാവശ്യപ്പെട്ടാണ് നടൻ അജു വർഗീസ് ദേവനന്ദയുടെ മരണത്തിലുള്ള വേദന പങ്കുവച്ചത്. ദേവനന്ദയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്ന നടൻ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ശ്രദ്ധിക്കണമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. ദേവനന്ദയെ കാണാതായത് ഇന്നലെ രാവിലെ 10:30-ഓടെ. 6 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയ ശേഷം വീടിന് പുറകിൽ തുണി അലക്കുകയായിരുന്നു അമ്മ ധന്യ.
ഈ സമയം ദേവനന്ദ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. തിരിച്ചെത്തിയപ്പോഴാണ് മകളെ കാണാതായ വിവരം അമ്മ അറിഞ്ഞത്. വീടിന് സമീപം അസ്വാഭാവികമായ രീതിയിൽ വാഹനങ്ങളുടെ ശബ്ദമൊന്നും കേട്ടില്ലെന്നും അമ്മ ധന്യ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. പരാതി ലഭിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തിനകത്തും അതിർത്തികളിലും പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. ദേവനന്ദയെ കാണാതായെന്ന പരാതിയെ തുടർന്ന് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു. ഇത്തിക്കരയാറിന്റെ സമീപത്ത് വരെ പോലീസ് നായ മണം പിടിച്ചു പോയിരുന്നു. ഇന്ന് മൃതദേഹം കണ്ടെത്തിയത് നായ ചെന്നതിന് സമീപത്ത് നിന്നു. മലപ്പുറം നിലമ്പൂർ അകമ്പാടത്ത് 9ാം ക്ലാസ്സുകാരനെയും സുഹൃത്തിനെയും കണ്ടെത്തി. മുഹമ്മദ് ഷഹീനെയും അജിൻഷാദിനെയും കണ്ടെത്തിയത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന്. അന്വേഷണത്തിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദിയെന്ന് നിലമ്പൂർ MLA PV അൻവർ. ഡൽഹി കലാപത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയുടേത് അരും കൊലയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 400 കുത്തുകളേറ്റാണ് അങ്കിത്തിന്റെ മരണം. 2 മുതൽ 4 മണിക്കൂർ വരെ തുടർച്ചയായി ആക്രമണത്തിനിരയായിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. AAP നേതാവ് താഹിർ ഹുസൈനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. കുട്ടനാട്ടിൽ ഇടതുപക്ഷം ജയിക്കുമെന്ന കാര്യം എല്ലാവർക്കും ഉറപ്പുള്ളതല്ലേ എന്ന് വെള്ളാപ്പള്ളി നടേശൻ. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ആരെ പിന്തുണയ്ക്കുമെന്ന് തീരുമാനിക്കുമെന്നും വെള്ളാപ്പള്ളി. കുട്ടനാട്ടിൽ സ്ഥാനാർത്ഥിയായി NCPയുടെ പരിഗണനാ പട്ടികയിലുള്ള തോമസ് കെ തോമസിനെ വീണ്ടും വിമർശിച്ച വെള്ളാപ്പള്ളി നടേശൻ. ചേട്ടന് വെയിലേൽക്കാതെ കുട പിടിക്കുന്ന ജോലിയായിരുന്നു അനിയനെന്നും വെള്ളാപ്പള്ളിയുടെ പരിഹാസം. കേരള കോൺഗ്രസ് കോളറ പാർട്ടിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അധികാര ദുർവിനിയോഗത്തിന്റെ ആൾക്കൂട്ടമാണിവർ. 11 കേരള കോൺഗ്രസുകൾ എന്തിനാണ്? ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയുടേത് മയ്യത്തായ അവസ്ഥയാണെന്നും വെള്ളാപ്പള്ളി. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് പിന്നാലെ ജനാധിപത്യ കേരള കോൺഗ്രസിനെയും ഒപ്പം കൂട്ടാൻ PJ ജോസഫ്. ഇക്കാര്യത്തിൽ ഫ്രാൻസിസ് ജോർജുമായി ചർച്ച നടത്തിയെന്ന് PJ ജോസഫ് വ്യക്തമാക്കി. ഐക്യ കേരള കോൺഗ്രസിനായി നീക്കം നടത്തുന്ന ജോസഫിന് ജോസ് കെ മാണിയെ ഒറ്റപ്പെടുത്തുകയാണ് ലക്ഷ്യം. പൌരത്വ പ്രക്ഷോഭത്തിൽ CPMനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹി കലാപത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ 48 മണിക്കൂർ വേണ്ടിവന്നു. മനുഷ്യ ശൃംഖലയോടെ CPM സമരങ്ങൾ അവസാനിപ്പിച്ചെന്നും മമതാ ബാനർജിയുടെ നട്ടെല്ല് പോലും മുഖ്യമന്ത്രിക്കില്ലെന്നും ചെന്നിത്തല. BJP പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് രാജിവെച്ച സംസ്ഥാന സമിതി അംഗം രവീശ തന്ത്രി കുണ്ടാറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഫലം കണ്ടില്ല. അഡ്വക്കേറ്റ് K ശ്രീകാന്ത BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റ ചടങ്ങിൽ നിന്നും രവീശ തന്ത്രിയും ജില്ലയിലെ ചില മുതിർന്ന നേതാക്കളും വിട്ടുനിന്നു. അടുത്ത സെപ്റ്റംബറിൽ 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ടിക്കാറാം മീണ. അതിർത്തി പഞ്ചായത്തുകളിലെ വോട്ടർ പട്ടികയിലെ അപാകതകൾ കണ്ടെത്താൻ സംയുക്ത പരിശോധന നടത്തുമെന്നും ടിക്കാറാം മീണ. അയൽ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരെ കൂടി ഇക്കാര്യത്തിൽ പങ്കെടുപ്പിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ശബരിമല തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങി. സുപ്രീം കോടതി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പന്തളം കൊട്ടാരത്തിലെത്തി നടപടികൾ ആരംഭിച്ചു. തരം താഴ്ത്താനുള്ള നീക്കത്തിനെതിരെ DGP ജേക്കബ് തോമസ്. സർക്കാർ നീക്കത്തിനെതിരെ ജേക്കബ് തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചെന്ന് സൂചന. വെടിയുണ്ടകൾ കാണാതായ കേസിൽ റിമാൻഡിലായ SIയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായുള്ള അപേക്ഷ ഇന്നലെ കോടതിയിൽ നൽകി. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ വിസ്താരം ഇന്നലെ പൂർത്തിയായി. ദിലീപിനെ പ്രതി ചേർക്കുന്നതിന് മുൻപ് കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വാര്യർ പരസ്യമായി പറഞ്ഞിരുന്നു. മഞ്ജുവിന്റെ വിസ്താരം നീണ്ടുപോയതിനാൽ നടൻ സിദ്ദിഖിന്റെയും നടി ബിന്ദു പണിക്കരുടെയും വിസ്താരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. കേസിൽ സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിവരെ കൊച്ചി CBI പ്രത്യേക കോടതി വിസ്തരിച്ചു. കുഞ്ചാക്കോ ബോബൻ കോടതിയിൽ എത്തിയില്ല. ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടതായി കുഞ്ചാക്കോ ബോബൻ നേരത്തെ മൊഴി നൽകിയിരുന്നു.
പന്തീരാങ്കാവ് UAPA കേസിൽ റിമാൻഡിൽ കഴിയുന്ന അലൻ ഷുഹൈബ്, താഹ ഫസൽ എന്നിവരുടെ ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളി. കേസ് പ്രാരംഭഘട്ടത്തിനായതിനാൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന NIA വാദം അംഗീകരിച്ചാണ് കോടതി ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളിയത്. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറിയ കേസ് പരിഗണിക്കാൻ കേരള ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം. സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് തീരുമാനം. നേരത്തെ അധികാര പരിധിയിൽ വരില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരുന്നു. നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരിൽ ദേശീയ അവാർഡ് ജേതാവായ സംവിധായകന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ഭാസ്കര പട്ടേലും തൊമ്മിയുടെ ജീവിതവും എന്ന നാടകത്തിൽ കഥാപാത്രത്തെ നഗ്നനായി അവതരിപ്പിച്ചതിന് കാരണം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംവിധായകൻ സുവീരന് നോട്ടീസ് അയച്ചത്. നോട്ടീസിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമെന്ന സുവീരൻ. ഇടുക്കി അണക്കെട്ടിന്റെ പരിസര പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം. രാത്രി 10:15-നും 10:25-നുമാണ് പ്രകമ്പനം മുഴക്കവും ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 2 രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കുളമാവാണെന്ന് അധികൃതർ. ഭൂചലനത്തിൽ ഡാം ടോപ്പ് മേഖലയിലെ ചില വീടുകൾക്ക് നേരിയ വിള്ളലുകൾ ഉണ്ടായി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടവും KSEB. പാലക്കാട് പട്ടാമ്പി നഗരസഭയിലെ 15-ാം ഡിവിഷനിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള 20 വീടുകളുടെ സമർപ്പണത്തെ ചൊല്ലി വിവാദം. കൌൺസിൽ തീരുമാനമില്ലാതെ പദ്ധതി കേന്ദ്രമന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കേന്ദ്രമന്ത്രി പിന്മാറണമെന്നുള്ള പ്രമേയം കൌൺസിൽ യോഗത്തിൽ പാസാക്കി. തലസ്ഥാനത്തെ സ്ഥിരം അപകട മേഖലയായ കവടിയാർ വെള്ളയമ്പലം റോഡ് നിർമ്മാണത്തിൽ സംശയം പ്രകടിപ്പിച്ച് പോലീസ്. റോഡിന്റെ നിർമ്മാണം ശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് പോലീസ് ആവശ്യപ്പെടും. മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച സംയുക്ത പരിശോധനയ്ക്കും തീരുമാനമുണ്ട്. LNG ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ വാണിജ്യ ബസ് നിരത്തിൽ. ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്തരീക്ഷ മലിനീകരണം തടയാനും ചെലവ് കുറയ്ക്കാനും LNG ബസ്സുകളിലൂടെ സാധിക്കുമെന്ന് അധികൃതർ. കിടപ്പാടമില്ലാത്തവർക്ക് വീടൊരുക്കി സംസ്ഥാന സർക്കാർ. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. പത്തനംതിട്ട കൊടുമൺ EMS സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി തോമസ് ഐസക് വിലയിരുത്തി. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിന് തുക അനുവദിച്ചത്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം പിറന്ന തസ്രാക്കിലേക്ക് സാഹിത്യപ്രേമികളെ സ്വാഗതം ചെയ്ത് നിർമ്മിച്ച കവാടം വേറിട്ട കാഴ്ചയാകുന്നു. ഖസാക്കിന്റെ ഇതിഹാസം എന്ന സാഹിത്യകൃതിയിലെ കഥാപാത്രങ്ങളും പശ്ചാത്തലവും കവാടത്തിലെ 2 തൂണുകളിലുമായി ചിത്രീകരിച്ചിരിക്കുകയാണ് OV വിജയൻ സ്മാരക സമിതി. കാലപ്പഴക്കം ചെന്ന ഇടമലയാർ UP സ്കൂൾ നവീകരിച്ച വിദ്യാർത്ഥികൾ. കോതമംഗലം MA കോളേജ് NCC യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു മോടി പിടിപ്പിക്കൽ. ആൽപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച 2 നില കെട്ടിട ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സറീന ഹസീബ് നിർവഹിച്ചു. 20 ലക്ഷം രൂപ ചെലവിലാണ് 2 നില കെട്ടിടം നിർമ്മിച്ചത്. സഹപാഠികൾക്ക് പഠനോപകരണങ്ങൾ ലഭ്യമാക്കാൻ ഭക്ഷ്യമേളയൊരുക്കി പാറശാലയിലെ കുട്ടികൾ. ഉച്ചക്കട RCLP സ്കൂളിലെ കുട്ടികളാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. കോഴിക്കോട് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പെരുവണ്ണാമൂഴി കനാലിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായില്ല. ജലസേചനം വൈകുന്നതായി പരാതി. ജില്ലയിലെ 3 താലൂക്കുകളിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നത് പ്രതിസന്ധിയിലെന്ന് ആരോപണം. കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പുഞ്ചപ്പാടം ജൈവ നെൽകൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് തുടങ്ങി. കൊടക്കാട് പാടശേഖരത്തിലാണ് മാതൃകാ നെൽകൃഷി സംരംഭത്തിന്റെ 4ാം ഘട്ടം നടപ്പാക്കിയത്. സ്ട്രോബറി കൃഷിയിൽ നേട്ടം കൈവരിച്ച ഇടുക്കി ചിന്നക്കനാൽ സ്വദേശി സോജൻ. ജില്ലയിൽ മികച്ച സ്ട്രോബറി കർഷകനുള്ള ഈ വർഷത്തെ പുരസ്കാരം സോജനെ തേടിയെത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സർക്കാർ കണ്ണാശുപത്രിയിൽ ഇന്നലെ ഒരു VIP എത്തി. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു അത്.
കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തെ പ്രകീർത്തിച്ചാണ് ഗവർണർ മടങ്ങിയത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഉത്സവ മേഖലയിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. അന്നദാനത്തിനും ശുദ്ധജല വിതരണത്തിനും ഗ്രീൻ പ്രോട്ടോകോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. വർണ്ണ കാഴ്ചകൾ ഒരുക്കി പാലക്കാട് മണപ്പുള്ളിക്കാവ് വേല സമാപിച്ചു. വേലയോടനുബന്ധിച്ച് വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിയവർ പാലക്കാട് കോട്ട മൈതാനത്ത് സംഗമിച്ചപ്പോൾ നഗരം ജനസാഗരമായി. കോട്ടയം പുന്നത്ര കമ്പനിക്കടവിൽ കിണറ്റിൽ റിംഗ് ഇറക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ 2 പേർ മരിച്ചു. പുന്നത്ര സ്വദേശികളായ ജോയ്, സാജു എന്നിവരാണ് മരിച്ചത്. പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ സഹോദരൻ സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തി. കരുമാനം കുറിശി ഇട്ടിയം കുന്നത്ത് വീട്ടിൽ പങ്കജാക്ഷിയാണ് കൊല്ലപ്പെട്ടത്. കൃത്യം നടത്തിയ ശേഷം പ്രതി പ്രഭാകരൻ കൊലക്കത്തിയുമായി ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. മൂന്നാർ ഗുണ്ടുമലയിലെ ബാലികയുടെ മരണത്തിൽ അന്വേഷണം ഇഴയുന്നുവെന്ന ആരോപണം. അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം. മാസങ്ങൾക്ക് മുമ്പാണ് ഗുണ്ടുമലയിൽ ബാലികയെ അസ്വാഭാവിക സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടി പീഡനത്തിനിരയായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ടായിരുന്നു. പീഡനം സംബന്ധിച്ചോ ബാലികയുടെ മരണം സംബന്ധിച്ചോ വ്യക്തമായ ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ലെന്ന് ആരോപണം. അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബന്ധുക്കൾ. ആലപ്പുഴ ചമ്പക്കുളത്ത് 7ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച 42-കാരൻ അറസ്റ്റിൽ. ചമ്പക്കുളം സ്വദേശി പ്രതീഷാണ് അറസ്റ്റിലായത്. പ്രതി പെൺകുട്ടിയുടെ പിതാവിന്റെ സുഹൃത്താണെന്ന് പോലീസ്. പോക്സോ വകുപ്പ് പ്രകാരം നെടുമുടി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിൽ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തി കാസർകോട്ടെ നിയമ സംവിധാനം. കഴിഞ്ഞ 2 മാസത്തിനിടെ കോടതി പുറപ്പെടുവിച്ച വിധികൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് വിലയിരുത്തൽ. വിചാരണ പൂർത്തിയാക്കി 64 കേസുകളിൽ കുറ്റക്കാരെ ശിക്ഷിച്ചു. സെയിൽസ് ഗേളിനെ ഉപദ്രവിച്ച യുവാവിനെ ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി തൊടിയൂർ വിപിനാണ് പിടിയിലായത്. 2 ദിവസം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മാലുമേലിൽ നിന്ന് വിപിനെ പിടികൂടിയത്. കോഴിക്കോട് പന്നിയങ്കരയിൽ മുത്തലാഖ് കേസ്. മഞ്ചേരി കൊല്ലംപറമ്പ് സ്വദേശി ഷംറീലിനെതിരെ കേസെടുത്തു. മുത്തലാഖ് നിരോധന നിയമപ്രകാരമാണ് കേസ്. 2019 ഒക്ടോബറിൽ മുത്തലാഖ് ചൊല്ലിയെന്ന പരാതിക്കാരി. കോഴിക്കോട് നാദാപുരത്ത് വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടി. ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്ന 31 ജലാറ്റിൻ സ്റ്റിക്കും 50 ഡിറ്ററേറ്ററുമാണ് പിടികൂടിയത്. നാദാപുരം ആവോലത്ത് വെച്ചാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. ജോളിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതികരണവുമായി ഋഷിരാജ് സിംഗ്. ഇത്തരം സംഭവങ്ങൾ ജയിലിൽ നടക്കാൻ പാടില്ലാത്തതാണ്. സംഭവത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തും. ജോളിക്ക് ആവശ്യമെങ്കിൽ കൌൺസിലിംഗ് നൽകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഋഷിരാജ് സിംഗ്. ജോളിയെ പാർപ്പിച്ചിരിക്കുന്ന കോഴിക്കോട് ജില്ലാ ജയിലിലെ സെല്ലിൽ അടിയന്തരമായി CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശം. വടക്കൻ മേഖലാ ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് നിർദ്ദേശമുള്ളത്. ജയിലിലെ സെല്ലിൽ നൈറ്റ് വിഷ്വൽ സംവിധാനമുള്ള ഹൈ ക്വാളിറ്റി ക്യാമറ സ്ഥാപിക്കണമെന്നാണ് ശുപാർശ. ജോളിയുടെ നിരീക്ഷണത്തിനായി ഒരു ഉദ്യോഗസ്ഥയെ കൂടി കൂടുതലായി ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നും ആവശ്യം. അങ്ങാടിപ്പുറത്ത് വീടിന്റെ ജനൽ വഴി 3.5 പവൻ തൂക്കം വരുന്ന മാലയും 2 മൊബൈൽ ഫോണും കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. ചേലക്കര സ്വദേശി അബ്ദുൾ റഹീമാണ് അറസ്റ്റിലായത്. നിരവധി ഭവനഭേദന കേസുകളിലും ബൈക്ക് മോഷണ കേസുകളിലും പ്രതിയാണ് അബ്ദുൾ റഹീമെന്ന് പെരിന്തൽമണ്ണ പോലീസ് പറഞ്ഞു. BJP നേതാവ് സ്വാമി ചിന്മയാനന്ദിനെതിരായ ബലാത്സംഗ കേസിന്റെ വിചാരണ ദില്ലിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇര സുപ്രീം കോടതിയെ സമീപിച്ചു. ആവശ്യം തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു.
സ്മാർട്ട് ഫോണിനോടുള്ള വിമുഖത അവസാനിപ്പിച്ച ലോകത്തെ 4ാമത്തെ ധനികൻ വാറൻ ബഫറ്റ്. ഇത്രയും കാലം ബഫറ്റ് ഉപയോഗിച്ചത് സാംസങ്ങിന്റെ 1500 രൂപ വിലയുള്ള SCH-U230 ഫ്ലിപ്പ് ഫോൺ. പുതുതായി വാങ്ങിയത് iPhone 11. ഐഫോൺ ഉപയോഗിക്കുന്നത് വിളിക്കാൻ മാത്രമെന്നും മറ്റ് ഫീച്ചറുകളൊന്നും ഉപയോഗിക്കാറില്ലെന്നും വാറൻ ബഫറ്റ്. ഓഹരി വിപണിയിൽ വൻ വീഴ്ച. സെൻസെക്സിൽ ആദ്യ 10 മിനിറ്റിൽ തന്നെ 1000 പോയിന്റ് ഇടിഞ്ഞു. നാഷണൽ എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിൽ 350 പോയിന്റ് താഴ്ന്നു. രാജ്യത്തെ മുഴുവൻ ഓഹരികളിലും വിറ്റൊഴിക്കൽ സജീവം. ആഗോള ഓഹരി വിപണികളിലെല്ലാം കനത്ത നഷ്ടത്തിൽ. അമേരിക്കയുടെ ഡൂ ജോൺസിലെ വലിയ തകർച്ചയാണ് മറ്റ് വിപണികളെയും ബാധിച്ചത്. 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വിറ്റൊഴിക്കലാണ് ഓഹരി വിപണിയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ UPI പേയ്മെന്റ് അവതരിപ്പിക്കാൻ പേപാൽ എത്തുന്നു. രാജ്യാന്തര ഇ പേയ്മെന്റ് കമ്പനിയാണ് പേപാൽ. വാട്സാപ്പും പണമിടപാട് ആരംഭിക്കുമെന്ന് സൂചന. ടെലികോം മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സുപ്രധാന തീരുമാനമെടുക്കുന്ന ഉന്നത സമിതിയായ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ ഇന്ന് യോഗം ചേരും. ടെലികോം വ്യവസായ രംഗത്തെ ദുരിതാശ്വാസ പാക്കേജിന് രൂപം നൽകുന്നത് ചർച്ചയാകും. സുമന്ത് കാത്പാലിയ ഇൻഡ് ബാങ്കിന്റെ പുതിയ മേധാവി. മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി മാർച്ച് 14 സുമന്ത് ചുമതലയേൽക്കും. പെട്രോനെറ്റിന്റെ ഓഹരികൾ സ്വന്തമാക്കി ONGCയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും. മംഗലാപുരത്ത് പെട്രോളിയം ഉൽപ്പന്ന പൈപ്പ് ലൈൻ പെട്രോനെറ്റിന്റെ സ്വന്തമായിരുന്നു. 371 കോടി രൂപയ്ക്കാണ് ഓഹരികൾ സ്വന്തമാക്കിയത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉൽപാദനം ഉയർത്താൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, അർദ്ധചാലകങ്ങൾ, ഉയർന്ന മൂല്യമുള്ള സാങ്കേതിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. പദ്ധതി കേന്ദ്ര മന്ത്രിസഭ ഉടൻ പരിഗണിക്കുമെന്ന് റിപ്പോർട്ട്. കേരളത്തിനും ലക്ഷദ്വീപ് മാഹി പ്രദേശങ്ങൾക്കുമുള്ള ബാങ്കിംഗ് ഓംബുഡ്സ്മാനായി G. രമേശ് ചുമതലയേറ്റു. റിസർവ് ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജറാണ് രമേശ്. മികച്ച പ്രവർത്തനത്തിന് CEO സലിൽ പരേഖലിന് 3.25 കോടി മൂല്യമുള്ള ഓഹരി സമ്മാനിച്ച് ഇൻഫോസിസ്. COO UB പ്രവീൺ റാവുവിന് 58,650 ഓഹരികളും അനുവദിച്ചു. 5 ഉന്നത ഉദ്യോഗസ്ഥർക്ക് 1.75 കോടി മതിപ്പുള്ള 3,53,270 ഓഹരികളും നൽകി. ആഗോളതലത്തിൽ കൊറോണ വൈറസ് ബാധയിൽ മരണം 2850 കടന്നു. 50 രാജ്യങ്ങളിലായി 80,000-ൽ അധികം പേരാണ് ചികിത്സയിൽ ഉള്ളത്. ചൈനയ്ക്ക് പുറത്ത് ഇറ്റലിയിലും ഇറാനിലും അതിവേഗം കൊറോണ വ്യാപിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന. കൊറോണ ബാധിച്ച ഇറ്റലിയിൽ 17ഉം ഇറാനിൽ 26 മരണവും റിപ്പോർട്ട് ചെയ്തു. നെതർലാൻഡിലും ആദ്യ കൊറോണ സ്ഥിരീകരിച്ചു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്ക് നടത്താനിരുന്ന അമേരിക്കൻ F8 ഡെവലപ്പേഴ്സ് കോൺഫറൻസ് മാറ്റിവെച്ചു. കഴിഞ്ഞയാഴ്ച പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ പറന്ന നേവി P-8 നിരീക്ഷണ വിമാനത്തിന് നേരെ ചൈനീസ് നാവികസേന മിലിറ്ററി ഗ്രേഡ് ലേസർ പ്രയോഗിച്ചെന്ന് അമേരിക്ക. ചൈനീസ് യുദ്ധക്കപ്പലിൽ നിന്നുള്ള നടപടി സുരക്ഷിതമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതുമായ സമീപനമെന്ന് US നാവികസേന. ആയുധ ഗ്രേഡ് ലേസറുകൾ എയർ ക്രൂവിനും നാവികർക്കും ഗുരുതരമായ ദോഷം വരുത്താൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ. കപ്പൽ, വിമാന സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ലേസർ ദോഷം ചെയ്യുമെന്ന് അമേരിക്കൻ സൈനിക വക്താവ്. പൈലറ്റുമാരെ താൽക്കാലികമായി അന്ധരാക്കാനും കഴിയുന്ന ശക്തമായ ആയുധമാണിതെന്നും വിമർശനം. ഇന്ത്യ വിസ്മയിപ്പിക്കുന്ന രാജ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ പുരോഗതി നേടാൻ ഇടയാക്കിയെന്നും ട്രംപ്.
ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ദേഹാസ്വാസ്ഥ്യം. ഇതേ തുടർന്ന് ഇന്നലെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ നിന്നും പാപ്പ വിട്ടുനിന്നു. ഒഴിവാക്കിയത് നോമ്പിന്റെ ഭാഗമായി റോമിലെ ബസലിക്കയിൽ കുർബാന അർപ്പിക്കുന്ന ചടങ്ങ്.